കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന ഫസൽ ബീമാ യോജനയുടെ പദ്ധതിയിൽ കർഷകരെ ചേർക്കുന്നതിന് എടപ്പാൾ കോലത്ത് ക്യാമ്പ് സംഘടിപ്പിച്ചു. കർഷകരുടെ ഭൂമി റവന്യൂ പോർട്ടലിലും കൃഷി പോർട്ടലിലും യോജിപ്പിച്ച് നൽകാത്തതിന്റെ പേരിൽ കഴിഞ്ഞ വർഷം കർഷകർക്ക് ലഭിക്കേണ്ട 800 കോടി രൂപ നഷ്ടപ്പെടുത്തിയ കൃഷിമന്ത്രി രാജിവെക്കണമെന്ന് ബിജെപി സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. നമ്മുടെ കർഷകർക്ക് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികൾ പൂർണ്ണമായും ലഭ്യമാകുന്നില്ല. കാരണം നമ്മുടെ ഈ സംസ്ഥാനത്ത് നമ്മുടെ ഭൂമി റവന്യൂ പോർട്ടലുണ്ട്, പക്ഷെ കൃഷി പോർട്ടലില്ല. ഇപ്പൊ വില്ലേജ് ഓഫീസിൽ നമ്മുടെ ഭൂമിയുണ്ട്, പക്ഷെ കൃഷിഭവനിൽ നമ്മുടെ ഭൂമിയുടെ രേഖയില്ല. അതുകൊണ്ട് കൃഷി പോർട്ടലും അതുപോലെ തന്നെ റവന്യൂ പോർട്ടലും സംയോജിപ്പിച്ചുകൊണ്ട് ഈ നമ്മുടെ കേരള സംസ്ഥാനത്തെ മുഴുവൻ കർഷകർക്കും കേന്ദ്രാനുകൂല്യം ലഭ്യമാക്കുന്ന ഒരു പദ്ധതി ആവിഷ്കരിക്കുന്ന ഒരു നിലപാടിലേക്ക് സംസ്ഥാന സർക്കാർ വരാത്തത് തികച്ചും പ്രതിഷേധാർഹവും അപലപനീയവുമാണ്. ഇത് നടപ്പിലാക്കാത്തതിന്റെ പേരിൽ തന്നെ നമ്മുടെ കഴിഞ്ഞ വർഷം 800 കോടി രൂപയാണ് സബ്സിഡി ഇനത്തിലും വിളനാശം സംഭവിച്ചതിന്റെ അടിസ്ഥാനത്തിലും കേരളത്തിലെ കർഷകർക്ക് ലഭിക്കേണ്ട 800 കോടി രൂപ നഷ്ടമായി പോയി. ഇപ്പോഴും ലഭ്യമാകുന്നില്ല. കാരണം ഈ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കുന്നില്ല. ആനുകൂല്യങ്ങൾ കർഷകർക്ക് ലഭ്യമാക്കുന്നില്ല. വിളനാശം സംഭവിച്ച കർഷകരെ ദുരിതം അനുഭവിക്കുന്ന ഒരു അവസ്ഥവിശേഷമാണുള്ളത്. അതുകൊണ്ട് രാജ്യത്ത് പോർട്ടൽ ഒന്നാക്കാത്ത ഏക സംസ്ഥാനം കേരളമാണെന്നും ഫസൽ ബീമാ യോജനയുടെ പദ്ധതിയിൽ കർഷകരെ ചേർക്കുന്ന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എടപ്പാൾ കോലത്ത് സംഘടിപ്പിച്ച ക്യാമ്പിന് ബിജെപി പഞ്ചായത്ത് പ്രസിഡന്റ് വിവേകാനന്ദൻ കോലത്ത് അധ്യക്ഷത വഹിച്ചു. തവനൂർ മണ്ഡലം വൈസ് പ്രസിഡന്റ് എം നടരാജൻ, കെ സി നാരായണൻ, ചന്ദ്രു കോലത്ത് എന്നിവർ സംസാരിച്ചു. NCV ന്യൂസ് എടപ്പാൾ.